ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റംസാൻസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ രാവിലെ മഴയൊക്കെ പെയ്ത് ഒന്ന് തോന്നു നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലഞ്ച് വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കറികളൊന്നുമില്ല, ഒരു കറിയും ഒരു തോരനും മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് ഇന്ന് കാണിക്കുന്നത് ഇവിടെ ഒരു ശീമച്ചക്ക കിട്ടിയിട്ടുണ്ട്, കടച്ചക്കയെന്നും പറയും. അപ്പോൾ അതുകൊണ്ടൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ കറി നമുക്ക് തയ്യാറാക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. കറിക്ക് വേണ്ടി അമ്മ ഇവിടെ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. തേങ്ങ വേണം, ചുമന്നുള്ളി 2 അരിഞ്ഞ് അതിന് ഇടണം, പിന്നെ ഇത്തിരി കറുമസാല പെരുംജീരകം മാത്രം ശകലം ഇടണം. ഇനി നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഇത്രയും മതി അമ്മ? ഇത് വറുക്കാൻ വേണ്ടി ഇത്രയും മതി. ഇത് ചുമന്ന് വരുമ്പോൾ ബാക്കി മസാലകൾ ചേർക്കണം. കുറച്ച് നമുക്കിനി തേങ്ങ വറുക്കാം. ഓക്കെ ഓക്കെ. ഞാവു എങ്ങനെ കരയുന്നേ? ഞാവു എന്തിയെ താഴെ പോയോ? എന്തിയും ചോദ്യം എന്തിയെ ആരാത്? അപ്പൊ നമുക്കിനി തേങ്ങ വറുക്കാം. നമ്മൾ തേങ്ങ വറുക്കാൻ പോവാണ്. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് തേങ്ങയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും പെരിഞ്ചീരകവും കൂടെ ഇതിനകത്തേക്ക് ഇടുവാണ്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇവിടെ തേങ്ങ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ തന്നെ പിടിച്ച പയറാണ്, അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇതെന്തത് അതിനകത്ത് വെക്കണ്ട, ഇവിടെ വെച്ചാൽ ഇത് അമ്മ കാണിച്ചു തരും. നമുക്ക് ആ സമയം കൊണ്ട് ഉള്ളി എടുക്കാം. ഇതെന്തത്? ഉള്ളി. കൂകിപ്പായും കൽക്കരി ചിഹ്നം. ആഹാ, നല്ലൊരു ഉള്ളിയൊക്കെ തന്നത് തൊലിച്ച് വെച്ചു. എന്നിട്ട് നമ്മ തേങ്ങ വറുത്ത് റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു. റെഡിയായോ തേങ്ങ? നമുക്കിതിനകത്ത് മസാല ഇടാം. മുളക് പൊടി, എവിടെ മല്ലിപ്പൊടി, നമ്മളിടാൻ പോകുന്നത് മഞ്ഞപ്പൊടി. നമുക്ക് ഇതിന്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കണം അല്ലേ? ശീമച്ചക്ക കറിക്ക് വേണ്ടിയുള്ള തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്, അരപ്പിന് വേണ്ടിയുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമ്മുടെ ചോറ് ഇവിടെ അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ എന്താ ചെയ്യുക? അമ്മ എന്താ ചെയ്യുക? ഇതെന്തത്? ചക്ക. ചക്ക എന്തോ? ചിക്കല്ല, ചക്ക. ചക്ക ചക്ക ചക്ക. എന്തത്? മാങ്ങ വേണോ? ചക്ക. എന്തത്? ഇടി. അടിപൊളി ഇടി. എല്ലാം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടാനുള്ള തേങ്ങാക്കൊത്തും കൂടെ അമ്മ കീറി വെച്ചിട്ടുണ്ട്. ഇട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത്. വലിയ
ഓ, അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ട്. ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. കറണ്ടില്ല, പുറത്ത് നല്ല മഴ, അത് കാരണം ഇവിടെ കറണ്ടില്ല. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി പൊട്ടുന്ന സാധനം ഇടുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി മാറിയിരിക്കും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇങ്ങോട്ടിരിക്കും. തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ശീമച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളതിലേക്ക് ഇടാൻ പോകുന്നതാണ് നമ്മുടെ ഉള്ളിയും പച്ചമുളകും. അത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ശീമച്ചക്ക ഇടണം. അപ്പം തന്നെ നല്ല മണം വരുന്നു. ശീമച്ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. അരിഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴുകി എടുത്ത് വെച്ച ശീമച്ചക്കയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാവേ. നമുക്കതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് രസം കാണാൻ. കണ്ടോ, ഇനി അത് വെന്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി നമുക്കിത് വേവിക്കാം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം ആദ്യം. തിളയ്ക്കൊന്നും വേണ്ട, ഞാൻ ഉപ്പുണ്ടോ നോക്കിക്കോളാം. ഇപ്പൊക്കെ ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. ഇനി അത് തിളച്ച് വെന്ത് വന്നാൽ മതി. അപ്പോൾ വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അതിനായിട്ട് ഈ പയറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് വേവട്ടെ. തോരന് വേണ്ടിയുള്ള വെളുത്തുള്ളി എടുക്കാം, പച്ചമുളക് എടുക്കാം. കറണ്ടില്ല, മഴ പെയ്ത് കറണ്ട് പോകും. നമുക്ക് അരി വെച്ച് ചതയ്ക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ശകലം മഞ്ഞപ്പൊടി ചതച്ച് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി. ഇനി നമുക്ക് ഈ അരപ്പ് ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിയുമ്പം നമ്മുടെ തോരൻ റെഡി. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിയും ഇവിടെ നല്ലതുപോലെ തിളച്ച് ചക്കയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വിളമ്പി നമുക്ക് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാം. ചക്ക അതുപോലെ കിടക്കുന്നുണ്ട്.
ഡൈനിങ് ടേബിളിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. പയറുതോരൻ, ചോറ്, ശീമച്ചക്ക കറി, ഇന്നലത്തെ കുറച്ച് ഇറച്ചിയുടെ ഗ്രേവിയാണ്. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.